അപ്പോൾ ഗൈസ് ഞാൻ ഹെൽത്ത് സെൻ്ററിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ കാലങ്ങൾക്ക് ശേഷം മാസ്ക് ഉപയോഗിക്കുന്നത്. കൊറോണ ടൈമിലൊക്കെ എപ്പോഴും തന്നെ കേട്ടോ, സ്കൂളിൽ പോകുമ്പോഴും എല്ലാത്തിനും. അപ്പോൾ എന്താ കാര്യങ്ങളെന്നൊക്കെ അറിയാമല്ലോ, കാല് ചെറുതായിട്ട് പണിയിട്ട്. അപ്പോൾ ഒന്ന് കാണിക്കാൻ വന്നതാണ്. എന്താ എല്ല് പൊട്ടിക്കണമെന്ന് എനിക്ക് ഡൗട്ട്, നോക്കാം നമുക്ക്. അപ്പോൾ ഞാൻ ഇന്നലെ എടുത്ത ചെറിയൊരു വീഡിയോ ഉണ്ട്, നിങ്ങൾ കണ്ടിട്ട് പരിവാറൊന്നുമല്ല, മറ്റേ ഹെൽത്ത് സെൻ്ററിൽ പോയിട്ട് ആകെ ഒരു കുടുങ്ങിയ അവസ്ഥയിലായ ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ട് വരിക, അതിൻ്റെ നമ്മൾ കാണിച്ചിട്ട് വരാം കേട്ടോ, എന്നിട്ട് കാണേ. അല്ല ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വലുതായിട്ടൊരു വ്ളോഗൊന്നുമില്ല, എന്നാലും ചെറിയൊരു കുട്ടിയെ വ്ളോഗ് എടുക്കാൻ വിചാരിച്ച്. വേറെ നല്ല ചെറിയൊരു പണിയിട്ട് നോക്കണേ, കാല് ചെറുതായിട്ടൊരു പണിയിട്ട്, വേറെ ഒന്നല്ല. കാല് ഞാൻ കാണിച്ചു തരാം. ഈ ചെരുപ്പിൻ്റെ ഉള്ളിൽ പോലും എൻ്റെ കാല് കൊടുക്കുന്നില്ല, നന്നായിട്ട് ബലൂണ് മരിയായിട്ടോ. ഇത് വാതിൽമ വെച്ച് കുത്തിയതാണ് ഈ രണ്ട് വിരൽ കേട്ടോ. അത് വിരൽ വാതിൽമ വെച്ച് കുത്തിയതിൻ്റെ ശേഷം സീനായി. അത് നല്ല ബലൂണ് മരിയായിക്കണ്, നല്ല വേദന ഉണ്ട്. ഈ വിരൽ കണ്ടില്ലേ തടിച്ച് നിൽക്കണത്, ഈ വിരലും തമ്മിലുള്ള വ്യത്യാസം നോക്കി, നല്ല രീതിക്ക് വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ആശുപത്രിയിൽ പോകണം. 4 മണി വരെ ഉള്ള ഹെൽത്ത് സെൻ്ററിൽ പോയൊക്കെ നമുക്ക് സാധനങ്ങളൊക്കെ ഒന്ന് റെഡി ആക്കട്ടോ. അപ്പോൾ സേഫായിട്ട് ഡ്രൈവ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഈ സാധനം എന്തിനാന്നല്ലേ, ഇത് നമ്മൾ ഹെൽമെറ്റ് ഇടുമ്പോൾ മുടി കൊയ്യും ചിലപ്പോൾ, ചിലപ്പോൾ അല്ല കേട്ടോ, മുടി എന്തായാലും കൊയ്യും. അപ്പോൾ മുടി കൊയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടത്. സേഫായിട്ട് ഹെൽമെറ്റ് ഇട്ടിട്ട് ഇത് ഇട്ടതിൻ്റെ ശേഷം ഡ്രൈവ് ചെയ്യുക. അപ്പം നമുക്ക് എന്തായാലും പോകട്ടോ. അവൻ്റെ സൈക്കിൾ എടുത്ത് പോകണമെന്ന് വിചാരിച്ചിരുന്നത്, പക്ഷേ ഇനിയിപ്പോൾ സൈക്കിൾ ഓടിക്കാൻ പറ്റില്ല, കാലം നല്ല പെയിനുണ്ട്. ഞാൻ പോകണ്ട വിചാരിച്ചത് ഇന്ന് ആശുപത്രിയിൽ നിന്നും, പക്ഷെ പോയി വെക്കട്ടോ. വലിയ സീനൊക്കെ ആക്കേണ്ട തിങ്കളാഴ്ച സ്കൂളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ നമുക്ക് പോയി വെക്കാം എന്തായാലും. ഇഴയെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ എന്ത് ചെയ്യും അല്ല ചെയ്യുക, കാലാണെങ്കിൽ നടക്കണം ചെയ്യും കുറച്ചാണ്. ഇതാണെങ്കിൽ കുറച്ച് റിസ്ക് ഇട്ട പാടിയോ, സൈക്കിൾ എത്തിയിട്ടേ കൊണ്ടിച്ചിട്ടെ എന്നെ വന്നോ. പെട്രോൾ കയ്യാതിരുന്നാൽ മതിയെന്ന് ഗൈസ്. 100 ഉറുപ്പ്യക്ക് അടിച്ചതാ, തീർന്നാൽ ഞാൻ തീർന്നു അത്ര. ഫസ്റ്റ് നമുക്കൊന്ന് പെട്രോൾ വയ്ക്കുക, എന്നിട്ട് പോകട്ടോ. പെട്രോളൊക്കെ തീർന്നു കഴിഞ്ഞാൽ അതോടെ കൂടി കഴിഞ്ഞ് പെട്രോൾ ഉണ്ടാവണേ തീരട്ടെ. ഇപ്പോൾ ഗൈസ് പെട്രോളും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു, വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ. പെട്രോളുണ്ട് കേട്ടോ, ആവശ്യത്തിനുണ്ട് പെട്രോൾ. അയ്യോ, ഈ കാലായിട്ട് തിരിക്കാനൊന്നും വയ്യ, അതാ പ്രശ്നം. അയ്യോ സ്റ്റാർട്ട്. അയ്യോ, എങ്ങനെ അവിടെ എത്തുന്ന ഒരു ഐഡിയ ഇല്ല. എന്തായാലും പോയി കേട്ടോ, ഞാൻ കിട്ടുന്ന ക്ലിപ്സൊക്കെ എടുക്കാം. ഓക്കെ, ടൈം 3:30 ആയി കേട്ടോ. 4:30 പൂട്ടുവേ. ഞാനാണെങ്കിൽ ഇതുള്ള പോക്കറ്റിലുള്ള ഷർട്ട് എടുത്തില്ല, അല്ലെങ്കിൽ ഫോൺ അതിലിട്ടാൽ മതിയെന്ന്. ഫോൺ അതിലിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചതിന് വീഡിയോസ് കിട്ടുമായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ പോകും. നേരെ നല്ല വൈകിട്ടോ, ഞാൻ നേരത്തെ ഇറങ്ങണം വിചാരിച്ചു, പക്ഷെ കുറച്ച് കാര്യം കൊണ്ട് ഇറങ്ങാൻ പറ്റില്ല. നമുക്ക് എന്തായാലും പോകും ഗൈസ്. സ്റ്റാർട്ടാവും വണ്ടി. അപ്പോൾ നമുക്ക് പോകട്ടോ. അയ്യോ, അത് എൻ്റെ ഒരു ചെറിയ കായ്പാട്ടൽ, വേറെ ഒന്നല്ല. ഈ ക്ലച്ച് സാധനം പിടിക്കാതെ ഒരു കയ്യിൽ ക്യാമറ പിടിച്ചപ്പോളേ അവിടെ ഓഫ് ആയതാ. ഇത് കുറച്ച് റിസ്ക്കാണ്. നമുക്കെന്തായാലും പകുതി വെയിൽ വെച്ചിട്ട് കാണാം കേട്ടോ, അതാവും നല്ലത്. നായ ഗൈസ്, നമ്മളിവിടെ ആശുപത്രിയിൽ എത്തിയിട്ട് അവിടെ നിർത്തിയിട്ടുണ്ട്. നമുക്ക് പോയൊക്കെ കാലെല്ലാം പണിയാണ് കിട്ടിയിരിക്കുന്നത്. പോയേക്കാം ഗൈസ്. ഗൈസ്, ചെറിയൊരു പനി കിട്ടി, വേറെ ഒന്നല്ല. ഇവിടെ ഈ പുത്തരിക്കൽ ഹെൽത്ത് സെൻ്ററിൽ മാത്രമുള്ളൂ തോന്നുന്നു. വേറെ ഒന്നല്ല, ഒരു ഹെൽത്ത് കാർഡ് ഉണ്ട്. നമുക്കന്ന് കുറേ മുന്നേ തന്നെ ആ ഹെൽത്ത് കാർഡ് കൊടുക്കണം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ചെട്ടിപ്പടി ഹെൽത്ത് സെൻ്ററിലൊന്നും ഞാൻ അങ്ങനെ കണ്ടില്ല. അവിടെ പുത്തരിക്കൽ ഹെൽത്ത് സെൻ്റർ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ചെട്ടിപ്പടി പോയിട്ട് ഇതെടുക്കുക, ടിക്കറ്റ് എടുക്കുക, എന്നിട്ട് ഒപ്പി ടിക്കറ്റ് എടുത്തിട്ട് നേരെ കയറലാണ്. ഇവിടെ പുത്തരിക്കൽ മാത്രമാണ്. പിന്നെ നേരെ ചെട്ടിപ്പടിക്ക് വിട്ടാൽ മതിയായിരുന്നു. 4 മണിയൊക്കെ എത്തുള്ളൂ. ഹെൽത്ത് സെൻ്റർ അല്ല, ഹെൽത്ത് സെൻ്റർ 4 മണി വരെ എത്തുള്ളൂ കേട്ടോ. ഇതിപ്പോൾ പൂട്ടും. അതിപ്പോൾ ഒപ്പി എടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീട്ടിൽ പോകാം. അടക്കാം ആകെ ഒരു മൂഞ്ചി കിട്ടും. അപ്പോൾ നേരെ വീട്ടിലേക്ക് പോകാം. ഓക്കെ, എനിക്ക് പേരിൻ്റെ വയ്ക്കുള്ള വിഷയത്തിൽ എടുക്കാൻ പറ്റിയില്ല, കാരണം വേറെ ഒന്നുമല്ല. വണ്ടി ഓടിക്കാൻ സമയത്ത് എടുക്കാൻ പറ്റില്ലായിരുന്നു. ഹെൽമെറ്റ് ട്രൈപ്പോഡൊക്കെ ഇട്ടായിരുന്നു, എന്നെടുക്കായിരുന്നു. ഗൈസ്, നമുക്ക് മെല്ലെ പോകട്ടോ. എനിക്കാണെങ്കിൽ ഈ കാലത്ത് അധികം കച്ച കളിക്കാനും വയ്യാത്തൊരവസ്ഥയാണ്. അത് നല്ല മീൻ. ഇനിയിപ്പോൾ തിങ്കളാഴ്ച അങ്ങനെ പോകുന്ന ഒരു ഐഡിയ ഇല്ല. ഇടയ്ക്കിടയ്ക്ക് സ്കൂൾ ലീവാക്കിയ പണിയാണ്.
അറ്റൻഡൻസ് ഇല്ലെങ്കിൽ തീരെ എക്സാം എഴുതാനൊന്നും പറ്റില്ല കേട്ടോ. നമുക്ക് എന്തായാലും പോയി വെക്കാം. നോക്കൂ, ഇത് ചെറിയൊരു വ്ളോഗായിട്ട് കണ്ടാൽ മതി. ഞാൻ പിന്നെ 2 ദിവസമായി വീഡിയോ ഇട്ടിട്ട് വേറെ നല്ല തന്നെ കാര്യം. വാതിന്മേ ഒറ്റ അടി, പിന്നെ കഥ കഴിഞ്ഞത് ഓർമ്മയുള്ളൂ. ഇവിടെ ഒന്ന് വെക്കാനൊരു സാധനമില്ല, അല്ലെങ്കിൽ ഇങ്ങനെ വെച്ച് വ്ളോഗ് എടുത്ത് പോയിരുന്നു. ഓക്കെ ഫസ്റ്റ് എന്തായാലും പോട്ടെ. പെട്രോളിൻ്റെ അളവ് നോക്കി ഉണ്ടല്ലോ. കഴിഞ്ഞ എന്തായാലും വീട്ടിലെത്തിയില്ലെങ്കിൽ ഇത് ഉന്തി കൊണ്ടാൽ എന്നെ കൊണ്ട് ഈ കാലേക്ക്, അപ്പോൾ പണിയാവും. നമുക്ക് നേരെ പോട്ടെ. അപ്പോൾ ഗൈസ്ക്ക് റൈഡിങ് വ്ളോഗ് എടുക്കണം എന്നുണ്ട്. മറ്റേ രീതിക്ക് എടുക്കാൻ ഒരിക്കലും പറ്റില്ല കേട്ടോ. അപ്പം ഞാൻ ചെറിയ വ്ളോഗായിട്ട് എടുക്കാൻ നോക്കട്ടെ. നമുക്ക് ഇത് നല്ല രീതിക്ക് പേടിയുണ്ട്, വേറെ ഒന്നുമല്ല. ഫോണ് ഞാൻ ഇവിടെ വെച്ചിട്ടാണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഫോണ് ഇവിടെ വെച്ച് മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ 3rd ഗിയറിൽ ഇങ്ങനെ പോവാണ്. അങ്ങോട്ട് പോയിക്കോട്ടെ. എന്നിട്ടോ വണ്ടി എന്താ തീർന്നിപ്പോൾ നേരെ പോയി. ചെറിയൊരു വ്ളോഗാക്കിയിട്ട് എടുക്കുക കേട്ടോ, വേറെ ഒന്നല്ല. ഞാൻ ലുക്കനാണ് ഗൈസ്. മഴ പെയ്ത് ഗൈസ് ഇല്ലട്ടോ, മഴ പെയ്ത്. മഴ പെയ്തിട്ടോ ഫോണ് നല്ല കയറ്റിക്കാത്ത സീനാണ്. അപ്പോൾ ഗൈസ് എന്താ വീട്ടിൽ എത്തിയിട്ടുണ്ട്. കാല് കാണിച്ചല്ല, കാല് കാണിച്ചിട്ടില്ല. അവിടെ ആ ഹെൽത്തുകാർ കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ അങ്ങോട്ട് പോകാനും പറ്റില്ല. 4 മണി വരെ ഹെൽത്തുകൊണ്ടുള്ളൂ. തെറ്റുപടി 4 മണി വരെ ഉള്ളൂ. ഇതാ ഓണോൻ്റെ ലൈനിനൊക്കെ കാത്തി വെക്കണം. ഇത് ശ്രീകൃഷ്ണനാലേ. ഇതാ അവൻ്റെ മുടി നോക്കി കാടാ കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എത്ര ഡൈനോസറിനെ കിട്ടടാ. ഇത് നോക്കിയേ, റെഡിയാക്കി ഓടാ സത്യം പറയാം. അവൻ്റെ കളി കുറച്ച് ദിവസമായിട്ട് മാറണമെങ്കിൽ എന്താണാവ്. ചെക്ക എന്നെക്കാട്ടി മുന്നേ കടത്തി വെക്കുമോ എന്നെനിക്കൊരു ഡൗട്ടുണ്ട്. നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നതാണ്. സ്റ്റെപ്പ് കുടുങ്ങി കേസ്. അങ്ങനെ അത് പോയി. അപ്പോൾ എന്ത് ചെയ്യും എന്നൊരു ഐഡിയയുമില്ല. ചെട്ടിപ്പടി പോയി നോക്കിയാലോ എന്നുണ്ട്. ചെട്ടിപ്പടി എക്സ്പെൻസ് ഏന്നെടുത്തോട്ടോ പണി. ഫ്രീ ഫയർ മതി ഇന്നോളൂ. അപ്പോൾ കാലിന് സുഖമില്ലാതെ ഇങ്ങനെ കിടക്കുക കേട്ടോ. അപ്പോൾ ഈ സംഭവം ഉണ്ടല്ലോ, ഈ ഹോം തിയേറ്റർ, ഇത് ഏകദേശം 15,000 റുപ്യേൻ്റെ സാധനം കേട്ടോ. ഇത് ഞാൻ പറയാൻ മറന്നെന്ന് തോന്നുന്നു. എൻ്റെ ആ വ്ളോഗിൽ ഐഫോണിൻ്റെ 15,000 റുപ്യേൻ്റെ സാധനമാണ്. അന്ന് ഐഫോൺ എടുത്തപ്പോൾ തന്നെ ഇത് കൊടുത്തു കേട്ടോ. 15,000 റുപ്യേൻ്റെ ഹോം തിയേറ്ററാണ്. 15 15,000 അതന്നെ. എന്നിട്ട് ഈ ഹോം തിയേറ്റർ എടുത്തത് സോണീൻ്റെ സാധനം കേട്ടോ. ഇതിൻ്റെ കൂടെ നമുക്കൊരു സൗണ്ട് ബാർ, അതാ ടി വിൻ്റെ മുകളിൽ കാണുന്നുണ്ടാവില്ല ഒരു സൗണ്ട് ബാർ, ഞാൻ അവിടെ കയറ്റിച്ചിട്ടോ. സൗണ്ട് ബാർ 2 സ്പീക്കേഴ്സാണ് വരുന്നത്. പിന്നെ ഒരു വൂഫറും നല്ല സൗണ്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ചെറിയ ടെസ്റ്റാണ് ഇപ്പോൾ അവിടെ കാണിക്കാൻ പോകുന്നത്. ഞാൻ NCSൻ്റെ സോങ്ങാണ് എടുത്തിട്ടുള്ളത്. അത് ഇട്ടിട്ട് ടി-വിയിൽ നിന്ന് കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒപ്റ്റിക്കൽ കേബിൾ വഴി ടി-വിയിൽ നിന്ന് ഹോം തിയേറ്ററിലേക്ക് കണക്റ്റഡ് ആണ്. അപ്പോൾ ഞാൻ NCSൻ്റെ ഒരു പാട്ട് ഇട്ടിട്ട് നിങ്ങൾക്ക് കേൾപ്പിക്കാൻ പോവാണ്. നല്ല സൗണ്ടിലാണ് കേട്ടോ ഇടുക. നല്ല സൗണ്ട് ഫുൾ ഇതിൻ്റെ മാക്സ് സൗണ്ടിലാണ്. അപ്പോൾ എത്ര സൗണ്ട് ഇടാമെന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്തട്ടോ ഗൈസ്. ഇന്നത് പൊളിയെന്നാണ് തോന്നുന്നത്. NCS ആട്ടോ സോങ്. വോളിയം കൂടി ഫുള്ളായിട്ട്
ദിവസമായിട്ടോ. രാവിലെ നെയ്ച്ചപ്പോൾ തന്നെ മഴ. നല്ല റെഡ് അലേർട്ട് ആയിട്ട് അറിയാലോ, നല്ല മഴയും കാര്യങ്ങളായിരുന്നു. ഇപ്പോഴും ഇത് രാവിലെ മുതൽ മഴ കേട്ടതായിരുന്നു. നോക്കിയേ, നല്ല മഴ. ഇന്നലത്തെ മഴേൻ്റെ സൈഡ് എഫക്റ്റ് ആട്ടോ ഈ വാഴ വന്ന് ഒടിഞ്ഞ് നിലത്തേക്കില്ല. നോക്കിയേ, എന്ത് പറയാനല്ല, മഴ നോക്കിയ കൈസ്, ഒരുമാതിരത്തെ മഴ കൈസ്. ഇത്രയും മരുന്ന് എഴുതി തന്നാണ് കേട്ടോ. അപ്പോൾ അത് കുടിച്ചതിന് ശേഷം ബാക്കി കാണിക്കാനാണ് പറഞ്ഞത്. ഞാനിത് മരുന്നും അങ്ങനെ വരിയില്ല കേട്ടോ, കുറച്ച് തോനെ വരിയുള്ളത് ബാക്കിലേക്കാണ്. അപ്പോൾ ഈ മരുന്ന് കുടിച്ച് ഓയിൽമെൻ്റൊക്കെ എഴുതി തന്നതാണ്. അപ്പോൾ ഓയിൽമെൻ്റൊക്കെ തേച്ചിട്ടും കുറവില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് എക്സ്റേ എടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് മരുന്ന് വാങ്ങിക്കാം ടോസ്റ്റ്. അപ്പോൾ ഗൈസ്, മരുന്ന് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടോ. 2 ഗുളിക ഉണ്ട് കുടിക്കാൻ, പിന്നെ ഒരു ഓയിൽമെൻറ്റ് തന്നാണ്. ഇത് കുറവില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് എക്സ്റേ എടുക്കാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എക്സ്റേ കൂടി ഇരിക്കേണ്ടി വരും. ഏകദേശം ബാൻഡേജ് ഇട്ടാക്കി തീർന്നു, സ്കൂളിലും പോകാൻ പറ്റില്ല കേട്ടോ. നമുക്കിത് എന്തായാലും സേഫായിട്ട് വെക്കട്ടോ. അപ്പോൾ ഗൈസ്, അതിൽ ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ ഏതെങ്കിലും ഗുളിക പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടി വരുന്നു കേട്ടോ. പക്ഷേ അതിനൊന്നുമില്ല, അവിടെ നിന്ന് തന്നെ സാധനം ഗുളികയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എങ്ങനെ സ്കൂളിൽ പോകുന്ന ഒരു ഐഡിയ ഇല്ല. കാരണം എന്ന് വെച്ചാൽ ഈ ഇതിപ്പോൾ കുടിക്കാൻ പറഞ്ഞാണ്, ഈ വേദന കൊടുക്കാൻ എങ്ങനെ സ്കൂളിൽ പോകും, അതാണ് എനിക്കറിയാത്തത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ബാൻഡേജ് ഇട്ട് കഴിഞ്ഞാൽ കയ്യിന് ബാൻഡേജ് ഇട്ടാൽ പിന്നെ സീനില്ല കേസ്, നമുക്ക് എങ്ങനെയും പോകാൻ പറ്റും. പക്ഷേ കാലിന് ബാൻഡേജ് ഇട്ട് കഴിഞ്ഞാൽ റിസ്ക്കാണ്. ബസ്സിലേക്ക് കയറിയിട്ട് എങ്ങനെ പോകും നമ്മൾ, അതാണ് പറ്റാത്തത്. അപ്പോൾ സ്കൂളിൽ എക്സാമും കാര്യങ്ങളും വരികയാണ്, ഓണം എക്സാമും കാര്യങ്ങളും വരികയാണ്. അപ്പോൾ അതിന് ഇനി ലീവ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഓണം എക്സാമിന് പോകാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇനി എന്ത് ചെയ്യുന്ന ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഗൈസ്, വീട്ടിൽ വന്ന് കയറിയപ്പോൾ താഴത്തെ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കണം. ചപ്പാത്തി ഉണ്ടായിരുന്നു, ഇപ്പോൾ ഹാഫ് കുക്ക് ചപ്പാത്തി. രാജു സോയായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കടേ, പുട്ട ദോശ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കും. സോയായിട്ട് ഒക്കെ ഉണ്ടാക്കാറില്ലേ? ചപ്പാത്തി മാത്രമേ ഉള്ളൂ, വേറെ എന്തെങ്കിലും വേണമെങ്കിൽ. കോഴിമുട്ട ഉണ്ട് കേട്ടോ അവിടെ, കോഴിമുട്ട ചിക്കൻ. എന്തത് തോന്നുവായില്ലേ, പിടിച്ചാ പറയും. എന്റെ കയ്യാണോ മുറിക്കണ്, ഇതിപ്പോ കത്തുട്ടോ. അതേപടി വേസ്റ്റ് കൊണ്ടുവരാം. അപ്പം അതേ നമ്മൾ വീട്ടിൽ വന്ന് ഇപ്പാണ്ട് കയറിയിട്ടുള്ളൂ കേട്ടോ. അപ്പം ഇനി വീട്ടിൽ കയറി ചായ ഒന്ന് കുടിക്കണം. ചായ കുടിക്കാതെ ഇറങ്ങിയാണ്. രാവിലെ കാലിന് പണിയിട്ടുകൊണ്ട് എങ്ങനെ സ്കൂളിലൊന്നും പോകുന്ന ഒരു ഐഡിയ ഇല്ല. നോക്കാം നമുക്ക്. ഇനിയിപ്പോൾ നാളെ സ്കൂളുണ്ട്. ഈ തെറ്റി ഞാൻ ഇങ്ങനെ പോകേണ്ടി വരും. അപ്പോൾ അത് ചിന്തിച്ച് വെക്കാൻ കൂടി വയ്യ. ബസ്സിലാണെങ്കിൽ ഫുള്ള് തിരക്കാണ്. അപ്പോൾ പിന്നെ എങ്ങനെ അതിൽ പിടിച്ച് പോകുന്ന ഒരു ഐഡിയ ഇല്ല. നോക്കാട്ടോ, അധികം ലീവ് എടുക്കാനും പറ്റില്ല, എക്സാംസ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുട്ടി വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഇതൊന്നും ഇഷ്ടപ്പെട്ടു, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വെറൈറ്റി വീഡിയോസ് കാണുന്നവരെ ബൈ ട്ടോ.